നമ്മുടെ പ്രോഡക്റ്റ് ഫോമിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. പ്രൂവ് ദാറ്റ് സൈൻ 50 മൈനസ് സൈൻ 70 പ്ലസ് കോസ് 80 ഇസ് ഈക്വൽ ടു 0. സോ ഇതൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ LHS എടുക്കും, എന്നിട്ട് നമുക്ക് RHS കിട്ടണം. സോ RHS 0 ആണ്, അപ്പോൾ 0 ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. LHS എന്ന് പറയുന്നത് സൈൻ 50 മൈനസ് സൈൻ 70 പ്ലസ് കോസ് 80. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഒരു ഇതുപോലെ മൂന്ന് സൈൻ കോസ് ഫങ്ഷൻസിൻ്റെ ഇങ്ങനെയുള്ള ഡിഫറൻസും അഡീഷനും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പം നമുക്ക് ജസ്റ്റ് റീകളക്ട് ചെയ്യാൻ നമുക്കുള്ള ഫോർമുലാസ് എന്തൊക്കെയായിരുന്നു, അതായത് പ്രോഡക്റ്റ് ഫോർമുല നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്. നമ്മൾ പഠിച്ച ഒന്ന് സൈൻ സി പ്ലസ് സൈൻ ഡി ആണ്. ഞാൻ എൻ്റെ ഫോർമുല കംപ്ലീറ്റ് എഴുതുന്നില്ല, അതിൻ്റെ LHS മാത്രം എഴുതുകയാണ്. സൈൻ സി മൈനസ് സൈൻ ഡി പഠിച്ചു, പിന്നെ കോസ് സി പ്ലസ് കോസ് ഡി കാണാൻ പഠിച്ചു, കോസ് സി മൈനസ് കോസ് ഡി. അപ്പം ഈ ഫോർമുലാസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പ്ലസ് ചെയ്യുന്നതിൽ രണ്ടും സൈൻ ഫങ്ഷനാണ്. സൈനിൻ്റെ രണ്ട് ഡിഫറെൻ്റ് ആംഗിൾസ് അതിൻ്റെ സമ്മാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ സൈനിൻ്റെ ഡിഫറെൻ്റ് ആംഗിൾസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കോസിൻ്റെ രണ്ട് ആംഗിൾസിൻ്റെ സമ്മാണ് വരുന്നത്. ഇവിടെ അതുപോലെ കോസിൻ്റെ രണ്ട് ഡിഫറെൻ്റ് ആംഗിൾസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അതായത് ഓരോന്നിലും വരുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യൂസ് സെയിം ആണ്. ഏതോ സൈൻ ആണെങ്കിൽ രണ്ടും സൈൻ ആണ്, കോസ് ആണെങ്കിൽ രണ്ടും കോസ് ആണ്. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യനിൽ സൈനിൻ്റെ റേഷ്യോ ഉണ്ട്, പിന്നെ കോസിൻ്റെ റേഷ്യോ ഉണ്ട്. കോസിൻ്റെ റേഷ്യോ ഒറ്റയൊന്നേ ഉള്ളൂ, സൈനിൻ്റെ റേഷ്യോ രണ്ടെണ്ണം ഉണ്ട്. അപ്പം നമുക്കറിയാം സൈനും കോസും തമ്മിൽ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക അത് ഈ ഫോർമുലയിൽ വരുന്നില്ല. സോ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം ഫങ്ഷൻ ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് ഈ സൈൻ 50യും സൈൻ 70യും ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഫസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ ഇത് ക്ലബ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ടൈപ്പ് മൂന്നോ അതിലധികമോ സമോ ഡിഫറൻസോ വരുന്ന സമയത്ത് നമ്മൾ അറ്റ് ഫസ്റ്റ് രണ്ടെണ്ണം ചൂസ് ചെയ്യണം. അപ്പം നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു, ആംഗിൾ നോക്കിയിട്ട് ആംഗിൾ രണ്ടും ആഡ് ചെയ്ത് ബൈ 2 എടുക്കുക, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് ബൈ 2 എടുത്തിട്ട് നമുക്ക് കിട്ടേണ്ട ആംഗിളിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രോബ്ലത്തിലാണെങ്കിൽ ഇവിടെ കോസിന് നമുക്ക് ഇതിൻ്റെ കൂടെ എന്തായാലും ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ആംഗിൾസിനെ പറ്റിയിട്ട് ഇവിടെ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ സൈൻ സി മൈനസ് സൈൻ ഡി ഈ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫോർമുല കംപ്ലീറ്റ് എന്താണെന്നൊന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്യുക. സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2 ഇതായിരുന്നു നമ്മുടെ ഫോർമുല. സോ നമ്മൾ അതിവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദിസ് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഇടുക, 2 ഇടുക, കോസ് സി പ്ലസ് ഡി ബൈ 2. സി എന്ന് പറഞ്ഞാൽ 50, ഡി എന്ന് പറഞ്ഞാൽ 70. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻടു ഇത് ഈ കോസിൻ്റെ മൊത്തം ആംഗിളാണ്. സോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് ഇടണം. ഇൻടു പിന്നെ എന്താ വരുന്നത്, ഇൻടു സൈൻ സി മൈനസ് ഡി ബൈ 2. സി മൈനസ് ഡി ബൈ 2 എന്ന് പറയുമ്പോൾ 50 മൈനസ് 70 ബൈ 2. 70 ആദ്യം എടുക്കരുത്, ഇതാണ് സി ഇതാണ് ഡി. അപ്പം അതേ ഓർഡറിൽ എടുക്കണം, കാരണം സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചിട്ട് ചെയ്യരുത്. പിന്നെ ഒരു പ്ലസ്, അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്. സോ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഇതായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്. പ്ലസ് കോസ് 80 ഇങ്ങനെ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകുക. 2 കോസ് 50യും 70യും ആഡ് ചെയ്താൽ 120 ബൈ 2 ഇൻറ്റു സൈൻ 50 മൈനസ് 70 എന്ന് പറയുമ്പോൾ മൈനസ് 20 ബൈ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, പ്ലസ് ഇവിടെ ബാക്കിയുള്ള കോസ് 80 ഇവിടെ എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു 2 കോസ് 120 by 2 എന്ന് പറഞ്ഞാൽ 60
ഇൻറ്റു സൈൻ -20/2 എന്ന് പറഞ്ഞാൽ -10. മൈനസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിന് ബ്രാക്കറ്റ് ഇട്ടു. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് cos 80. ദിസ് ഈസ് ഈക്വൽ ടു 2 cos 60ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, സ്റ്റാൻഡേർഡ് ആംഗിൾ ആണ്, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു സൈൻ -θ എന്ന് പറഞ്ഞാൽ -sin θ ആണ്. സോ ദാറ്റ് ഈസ് -sin 10 പ്ലസ് ഇനി cos 80. cos 80നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇവിടെ നമ്മൾ മറ്റേതിൻ്റെ റീസൺ എഴുതാണ്, സൈൻ -θ ഇസ് ഈക്വൽ ടു -sin θ. അത് നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്തത്, ഇത് വിച്ച് ഈസ് ഈക്വൽ ടു ഈ 2ഉം കട്ട് ചെയ്തു. ഇവിടെ ബാക്കി -sin 10 ഉണ്ട് പ്ലസ് cos 80 ഉണ്ട്. ഇനി നോക്കുക, ഇവിടെ സൈനും കോസും ആണ്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണെങ്കിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ നമുക്കറിയില്ല. അപ്പം നമ്മൾ ഇവിടെ ഇത് നമ്മൾ കോസിനെ സൈനിലേക്ക് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ സൈനിനെ കോസിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിനുള്ളൊരു മാർഗമാണ് -sin 10 എഴുതിയിട്ട് പ്ലസ് കോസ്, ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതുന്നു, 80 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ആംഗിളായിട്ട്, അതായത് നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ എലൈഡ് ആംഗിൾസിലേക്ക് മാറ്റാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോമാറ്റിലേക്ക്, അതായത് 90n + O - θ, ആ ഫോമിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് നോക്കുകയാണ്. സോ നമുക്കറിയാം 80 എന്ന് പറഞ്ഞാൽ 90 - 10 ആണ്. നമുക്ക് ഇവിടുത്തെ ഇതുപോലെ കിട്ടാനും നോക്കും നമ്മൾ. അപ്പം 80 കിട്ടാൻ വേണ്ടിയിട്ട് 90ന്ന് 10 മൈനസ് ചെയ്താൽ 80 കിട്ടും. സോ ഞാനിതിനെ cos 80നെ cos 90 - 10 എന്ന് എഴുതുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു -sin 10 പ്ലസ്. ഇനി നമുക്ക് ഒരു ഫോമുല അറിയാം, cos 90 - θ. അതെന്തായിരുന്നു? നമുക്കറിയാവുന്ന ഫോമുലയാണ് cos 90 - θ. എന്ത് ചെയ്യണം? ഇത് 90 × 1 ആണ്. അപ്പം 1 ഓഡാണ്. 1 ഓഡാണെങ്കിൽ എന്ത് ഫംഗ്ഷൻ? കോഫംഗ്ഷൻ. കോസിൻ്റെ കോഫംഗ്ഷൻ സൈൻ. സോ നമ്മൾ sin θ എന്ന് എഴുതും. ക്വാഡ്രൻ്റ് ഏത്? ഇതാണ് 90 × 1. 1 ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. മൈനസ് പറയാൻ പുറകിലോട്ട് വന്നു, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ് ആണ്. സോ ഇവിടെ പ്ലസ്, അതായത് cos 90 - θ ഇസ് ഈക്വൽ ടു sin θ. ഇങ്ങനെ ഒരു ഫോമുല നിങ്ങൾക്കുണ്ട്. സോ ഈ ഫോമുല നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ cos 90 - θ sin θ ആണെങ്കിൽ cos 90 - 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin 10 ആയിരിക്കും. -sin 10ഉം +sin 10ഉം കട്ട് ചെയ്ത് പോയി. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വിച്ച് ഈസ് അവർ RHS. അങ്ങനെ നമ്മൾ ഈ പ്രോബ്ലം പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം. So next question, prove that cos 3a plus cos 5a plus cos 9a plus cos 17a is equal to 4 cos 4a into cos 6a into cos 7a. So ഇതൊരു prove that question ആണ്. നമ്മൾ LHS എടുക്കും, എന്നിട്ട് നമുക്ക് RHS കിട്ടണം. സോ LHS നമ്മൾ എടുത്തു. നമ്മൾ നേരത്തെ കണ്ട രണ്ട് പ്രോബ്ലത്തിലും 3 എണ്ണത്തിൻ്റെ സം ഓർ ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ 4 എണ്ണം വരുന്നുണ്ട്. അപ്പം 3 എണ്ണം ആണെങ്കിൽ നമ്മൾ 2 എണ്ണം എടുക്കും, എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് മിക്കവാറും ആ കിട്ടിയതിൽ ഒന്നെങ്കിൽ വല്ലതും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും, അല്ലെങ്കിൽ ആ കിട്ടുന്ന എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 4 എണ്ണം വരുന്ന കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം രണ്ടെണ്ണം പെയറാക്കുക, എന്നിട്ട് അത് രണ്ടും ചെയ്യുക. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും കൂടി കോമൺ ഫാക്ടറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾക്ക് sin ഈ പ്ലസ് ഫോമുലയോ മൈനസ് ഫോമുലയോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏത് രണ്ടെണ്ണം ക്ലബ് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ആംഗിൾ ഏതാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 4a 6a 7a.
4a 6a 7a ഇതിലേക്കാണ് മാറ്റേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ നേരത്തെയൊക്കെ നോക്കിയതുപോലെ ഏത് പെയർ ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം കോസ് ഫംഗ്ഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ വരുന്നില്ല. ഏതെങ്കിലും രണ്ട് കോഴ്സുകൾ തമ്മിൽ ക്ലബ് ചെയ്യാം. പക്ഷേ ഈ ഏതൊക്കെ ആംഗിൾസിൻ്റെ കോഴ്സുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ആംഗിൾസിലെ ഈ എല്ലാത്തിലും വരുന്നുണ്ട്. സോ ഞാൻ ഈ നമ്പേഴ്സ് കളക്ട് ചെയ്യാണ്. സോ ഈ നമ്പേഴ്സ് ആണ് 3 ഉണ്ട്, 5 ഉണ്ട്, 9 ഉണ്ട്, 7. അപ്പോൾ ഞാൻ ജസ്റ്റ് 3ഉം 5ഉം കൂടിയിട്ട് ചെയ്തിട്ട് പിന്നെ 9ഉം 17ഉം കൂടി ചെയ്ത് അതിനുശേഷം ഒരുമിച്ചാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3ഉം 5ഉം എടുക്കുകയാണെങ്കിൽ നമ്മളെ ഫോർമുല കോസ് സി പ്ലസ് കോസ് ഡി. ഇവിടെയൊക്കെ കോസിൻ്റെ പ്ലസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ആ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. കോസ് സി പ്ലസ് കോസ് ഡി ഇസ് ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ഇതായിരുന്നു നമ്മുടെ ഫോർമുല വരുന്നത്. സോ നമ്മളിവിടെ ചെയ്യേണ്ട ഈ സിയും ഡിയും കൂടി ആഡ് ചെയ്ത് ബൈ 2 എടുക്കണം, അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് ബൈ 2 എടുക്കണം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആംഗിൾസ് ഒക്കെ ആയിരിക്കും ഈ 4a 6a 7a ഒക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഈ കോസ് 3a പ്ലസ് കോസ് 5a ചെയ്താൽ എന്ത് ആംഗിളിലേക്ക് പോകുമെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 3ഉം 5ഉം എടുത്താൽ നമ്മൾ അതിനെ രണ്ടിനും ആഡ് ചെയ്ത് ബൈ 2 എടുക്കണം. ദാറ്റ് മീൻസ് 3 പ്ലസ് 5 8 ബൈ 2 ദാറ്റ് ഈസ് 4. 3 മൈനസ് 5 ഡിഫറൻസ് എടുത്തിട്ട് ബൈ 2. 3 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -2 ബൈ 2 എന്ന് പറഞ്ഞാൽ -1. ജസ്റ്റ് 1 യൂസ് ചെയ്താൽ മതി, കാരണം ആ മൈനസ് നമ്മൾ കോസ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. സോ അത് അങ്ങനെ ഇട്ടാൽ മതി. ഇതുപോലെ 9ഉം 17ഉം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് 9ഉം 17ഉം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 26 കിട്ടും. അതിന് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് 13 കിട്ടും. ഇതുപോലെ 9 7 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് -8 കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -4 കിട്ടും. മൈനസ് അങ്ങനെ നെഗ്ലക്ട് ചെയ്തേക്കുക. സോ 13 4 കിട്ടും. ഇനി ഇതിലും കോമൺ ആയിട്ട് 4 വരുന്നുണ്ട്. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 4ന്റെ ആ ടേം പുറത്തേക്ക് എടുക്കും. ഞാൻ ജസ്റ്റ് ഇത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറയാണ്. പിന്നെ നമുക്ക് ക്ലബ് ചെയ്യേണ്ടത് 1ഉം 13ഉം ആണ്. സോ എഗെയിൻ നിങ്ങൾക്ക് കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുല അപ്ലൈ ചെയ്താൽ 1 പ്ലസ് 13/2 1 മൈനസ് 13/2. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 13 പ്ലസ് 1 14/2 എന്ന് പറയുമ്പോൾ 7. ദാറ്റ് ഈസ് 7 കിട്ടും അവിടുന്ന്. പിന്നെ കിട്ടുക 13ഉം 1ഉം ആണ്. അപ്പോൾ 1ന്ന് 13 മൈനസ് ചെയ്താൽ -12. -12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -6. സോ 6 കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇടുക 4 6 17 അല്ല കേട്ടോ. 13 പ്ലസ് 1 14/2 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ. സോ 4 7 6. അപ്പോൾ ഈ രീതിയിൽ കോമ്പിനേഷൻ എടുത്തപ്പോൾ ഇതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇതുപോലെ നമ്മൾ മറ്റേ പേഴ്സും വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 9 പ്ലസ് 3 12/2 6 വരും. ഡിഫറൻസ് എടുത്താൽ -6. ഞാൻ നെഗറ്റീവ് ഇനി പറയുന്നില്ല കേട്ടോ, കാരണം നെഗറ്റീവ് നമ്മൾ ഈ കേസിൽ കൺസിഡർ ചെയ്യേണ്ട. സോ 6/2 3 കിട്ടും. ഇതിൽ 5 പ്ലസ് 17 22/2 11 കിട്ടും. 5 മൈനസ് 17 -12/2 6 കിട്ടും. രണ്ടിലും 6 കോമൺ പുറത്തേക്ക് എടുത്തു. പിന്നെ 3ഉം 11ഉം ഉണ്ട്. സോ അവിടെ നിന്ന് 6 3 പ്ലസ് 11 14/2 എന്ന് പറയുന്നത് 7 കിട്ടും. 3ന്ന് 11 മൈനസ് ചെയ്താൽ 8/2 4 കിട്ടും. സോ അപ്പോഴും നിങ്ങൾക്ക് നേരത്തെ ഇത് തന്നെ കിട്ടി. ഇനി ഈ കോമ്പിനേഷൻ ആണെങ്കിൽ, അതായത് ഈ 3ഉം ഈ 17ഉം ആദ്യം എടുക്കുന്നു, പിന്നെ ഇതും എടുക്കുന്നു. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ 3 17 20/2 10 കിട്ടും. ഡിഫറൻസ് എടുത്താൽ 14/2 7 കിട്ടും. ആഡ് ചെയ്താൽ 14/2 7 കിട്ടും. ഡിഫറൻസ് എടുത്താൽ 4/2 2 കിട്ടും. സോ 7 പുറത്തേക്ക് എടുത്തു. പിന്നെ 10ഉം 2ഉം ഉണ്ടാവും. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 ആദ്യം ഉണ്ട്. 10ഉം 2ഉം ആഡ് ചെയ്താൽ 12/2 6. 10ന്ന് 2 മൈനസ് ചെയ്താൽ 8/2 4. അപ്പോഴും അതേ കാര്യം തന്നെ കിട്ടി. അതായത് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഏത് കോമ്പിനേഷനിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ. സോ നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം പെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെയർ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യത്തെ രണ്ടും പെയർ ചെയ്യുന്നു, പിന്നത്തെ രണ്ടും പെയർ ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി ചെയ്താൽ ഈ ഫോർമുല യൂസ് ചെയ്താൽ
എനിക്കറിയാം 2 cos c plus d. c എന്ന് പറഞ്ഞാൽ 3a, d എന്ന് പറഞ്ഞാൽ 5a. So this is 3a plus 5a by 2 into cos c minus d by 2. Into cos c minus d by 2 എന്ന് പറഞ്ഞാൽ 3a minus 5a by 2 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രാക്കറ്റിൽ അപ്ലൈ ചെയ്താൽ. പ്ലസ് സെക്കൻഡ് ബ്രാക്കറ്റിൽ ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2 cos, ഇതാണ് c, ഇതാണ് d. സോ 9a പ്ലസ് 17a by 2 എന്നും കിട്ടും. cos 9a minus 17a by 2 എന്നും കിട്ടും. which is equal to 2 cos 3യും 5യും 8a by 2 എന്ന് പറയുന്നത് 4a എന്ന് കിട്ടും. ഇൻറ്റു cos 3a minus 5a, മൈനസ് ചെയ്താൽ minus 2a by 2, ദാറ്റ് ഈസ് cos minus a എന്ന് കിട്ടും. സോ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. പ്ലസ് ഇവിടെ വരുമ്പം 2 cos 9a plus 17a, ദാറ്റ് ഈസ് 26a by 2 എന്ന് പറഞ്ഞാൽ 13a ഇൻറ്റു cos 9a എന്ന് മൈനസ് 17a മൈനസ് ചെയ്താൽ മൈനസ് 8a കിട്ടും. ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് 4a എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 2 cos 4a, cos മൈനസ് തീറ്റ cos തീറ്റയാണ്. സോ ദാറ്റ് ഈസ് cos a പ്ലസ് 2 cos 13a ഇൻറ്റു cos മൈനസ് 4a എന്ന് പറഞ്ഞാൽ cos 4a. റീസൺ എഴുതുക. സിൻസ് sin minus theta is equal, cos minus theta is equal to cos theta. ഇവിടെയും cos 4a കോമൺ ഉണ്ട്, ഇവിടെയും cos 4a കോമൺ ഉണ്ട്. 2ഉം 2ലും കോമൺ ഉണ്ട്. സോ നമ്മൾ 2 cos 4a പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി ഇവിടെ ഫസ്റ്റിൽ cos a ഉണ്ടാവും. പ്ലസ് ഇവിടെ നിങ്ങൾ 2 cos 4a പുറത്തെടുത്താൽ ബാക്കി cos 13a ഉണ്ടാവും. സോ cos 13a നമ്മൾ ഇവിടെ എഴുതുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 2 cos 4a. എഗെയിൻ നമ്മൾ cos c പ്ലസ് cos d ഫോർമുല അപ്ലൈ ചെയ്തു. ഇവിടെ c a ആണ്, d 13a ആണ്. സോ 2 cos c പ്ലസ് d by 2 ഇൻറ്റു cos c മൈനസ് d by 2. ചെയ്താൽ 13a by 2 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 2 cos 4a ഇൻറ്റു 2 cos, ഇത് ആഡ് ചെയ്താൽ 14a by 2 7a. ഇത് സബ്ട്രാക്ട് ചെയ്താൽ a മൈനസ് 13a മൈനസ് 12a by 2 മൈനസ് 6a. cos മൈനസ് തീറ്റ cos തീറ്റ, ഈ 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 4. cos 4a cos 7a cos മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cos തീറ്റ. സോ cos 6a. ഇതാണ് നമുക്ക് കിട്ടേണ്ട നമ്മുടെ RHS. സോ ദിസ് ഇസ് ഈക്വൽ ടു RHS. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. അപ്പോൾ ഇതുപോലത്തെ ഏത് പ്രോബ്ലം വന്നാലും ഈ രീതിയിൽ ക്ലബ് ചെയ്തിട്ട് എടുക്കുക.